ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജോമോ ഫ്രാൻസിസ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച കമ്പനിയാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. എന്തെല്ലാമാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ഈ മേഖലയിൽ വ്യത്യസ്തമാക്കുന്നത്? ഈ മേഖലയിൽ ഈ കമ്പനിക്കുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥാനം എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ മേഖലയിൽ ഈ കമ്പനിയുടെ ഭാവി എങ്ങനെയുള്ളതായിരിക്കും? 100% വിശ്വാസമർപ്പിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന കമ്പനി ആയിരിക്കുമോ ഇത്? എന്താണ് ഈ കമ്പനിയുടെ പിൻബലം? ആരാണ് ഈ കമ്പനിയുടെ നെടുന്തൂൺ? എന്താണ് ഈ കമ്പനി വിപണിയിൽ എത്തിച്ചിരിക്കുന്ന ഉൽപ്പന്നം? എന്ത് പ്രത്യേകതയാണ് ഈ കമ്പനിയുടെ കോമ്പൻസേഷൻ പ്ലാനിലുള്ളത്? ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കലാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിയുമ്പോൾ ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഏവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രികളിൽ ഒന്നാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. ലോകത്തിലെ പല വികസ്വര രാജ്യങ്ങളുടെയും വളർച്ചയിൽ ഒരു വലിയ പങ്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി വഹിച്ചിട്ടുണ്ട്. ലോകത്തെ ഏകദേശം 120ഓളം രാജ്യങ്ങളിൽ വളരെ സക്സസ്ഫുള്ളായി പ്രവർത്തിക്കുന്ന ഈ ഇൻഡസ്ട്രി വളരെ വർഷങ്ങളായി നമ്മുടെ ഇന്ത്യയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ മേഖലയിലേക്ക് പലതരത്തിലുള്ള മണി ചെയിൻ കമ്പനികളുടെയും പോൺസി സ്കീം കമ്പനികളുടെയും കടന്നുകയറ്റം ഉണ്ടായതിനെ തുടർന്ന് ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പലരും അറിഞ്ഞോ അറിയാതെയോ ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുകയും അതിന്റെ ഫലമായി പലതരത്തിലുള്ള നിയമ നടപടികൾക്ക് വിധേയരാവുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെന്റ് 2016 ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ ഒരു മാർഗരേഖ തയ്യാറാക്കുകയും അത് നടപ്പിലാക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ ഫലമായി 2018 ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെ നിരീക്ഷിക്കാനും പ്രവർത്തകരെ സംരക്ഷിക്കാനുമായി ഏകദേശം 8ഓളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും അവരെ ഈ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത ഒരു എക്സ്പെർട്ട് പേഴ്സണും ഉൾപ്പെടെ 9 പേരടങ്ങുന്ന ഒരു മോണിറ്ററിംഗ് മെക്കാനിസം നിലവിലുണ്ട്. കേരളീയരായ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിത്. ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ ഒരു നിയമപരമായ ബിസിനസ്സാണ്. ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലാണ് ഇന്ന് ഈ ബിസിനസ് വരുന്നത്. കേന്ദ്രത്തിൽ ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ശ്രീ രാംവിലാസ് പാസ്വാനും കേരളത്തിൽ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ശ്രീ പി തിലോത്തമനുമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് കേന്ദ്രത്തിൽ നിയമനിർമ്മാണം നടത്താൻ മുൻകൈയെടുത്ത കേന്ദ്രമന്ത്രി ശ്രീ രാംവിലാസ് പാസ്വാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ മേഖലയെക്കുറിച്ച് പ്രവചിച്ചത് ഇങ്ങനെയായിരുന്നു: നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദ ഫ്യൂച്ചർ ബിസിനസ് ഓഫ് ഇന്ത്യ. ദിസ് ഈസ് ദ 21st century business and this business will give the revenue of 9,000 crores to the Indian government till 2025. ഈ വാക്കുകളിലൂടെ ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ലോകത്ത് റിസഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഏതൊരു രാജ്യത്തിനും അതിൽ നിന്ന് കരകയറാൻ ഏറ്റവും നല്ല മേഖലയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തന്നെയാണ്. ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പിന് പിന്നിൽ ഒരു ചുക്കാൻ പിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു എഞ്ചിനായി പ്രവർത്തിക്കാൻ പോകുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന വ്യവസായമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെയാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്ഥാനം. 2018 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം കേരളത്തിലെ തൃശ്ശൂരിൽ രജിസ്റ്റർ ചെയ്യുകയും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും എല്ലാ തരത്തിലുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം 2020 കൂടി പ്രവർത്തനം ആരംഭിച്ച കമ്പനിയാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യയിൽ ഗവൺമെന്റ് പാസാക്കിയ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ശരിയായ രീതിയിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണനം നടത്തി രാജ്യത്തിനും സമൂഹത്തിനും മാതൃകയാവുക എന്നതാണ് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന് അകത്തും പുറത്തുമായി കോടികൾ ടേൺ ഓവറുള്ള കമ്പനികൾ സ്വന്തമായുള്ള ഒരു വലിയ NRI വ്യവസായി ശ്രീ മുഹമ്മദ് കുട്ടി എന്ന കുട്ടിക്കയാണ് ഈ കമ്പനിയുടെ നെടുന്തൂൺ. ലോകത്തിലെ പല കോണുകളിലുമായി പലതരത്തിലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കി വിജയിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മറ്റൊരു സംരംഭമാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇങ്ങനെ ഒരു ബിസിനസ് അവസരത്തിലൂടെ ഈ രാജ്യത്തിലെ അഭ്യസ്തവിദ്യരായ നിരവധി ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നല്ല ഒരു ഭാവി വാർത്തെടുക്കാൻ ഈ കമ്പനി കാരണമായേക്കാം എന്ന അദ്ദേഹത്തിന്റെ തിരിച്ചറിവാണ് കോടികൾ മുതൽ മുടക്കി ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഒരു കമ്പനിയായി ആരംഭത്തിൽ തന്നെ മാറുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിനായി ഇദ്ദേഹം വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ പലരും പറയാറുണ്ട് അതിൽ 3 Pകൾ ഉണ്ടായിരിക്കണം,
ആ പീകൾ എത്ര ഭംഗിയായി കൂട്ടിയിണക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ കമ്പനിയുടെ ഭാവി എന്നുള്ളത്. അതിൽ ആദ്യ പി കമ്പനിയുടെ പ്രൊഫൈലാണ്, രണ്ടാമത്തെ പി ആ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്, മൂന്നാമത്തെ പി കമ്പനിയുടെ പ്ലാനാണ്. ഇതിൽ ആദ്യ പി ആയ കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന നിലയിൽ മറ്റു ഒരു കമ്പനിക്കും ഒരുപക്ഷെ അവകാശപ്പെടാനില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊഫൈൽ കമ്പനിക്കുണ്ട്. 5 കോടി രൂപയാണ് കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്നുള്ളത് അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കോർപ്പറേറ്റ് ഓഫീസ് ഏകദേശം 10,000 സ്ക്വയർ ഫീറ്റിനടുത്ത് വലിപ്പം വരുന്ന ഫുൾ സെൻട്രലൈസ്ഡ് AC ഓഫീസാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ആരംഭഘട്ടത്തിൽ തന്നെ ഇത്രയും നല്ല ഒരു ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റിന് താഴെ വലിപ്പം വരുന്ന ഒരു ബഹുനില കെട്ടിടം കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഫിയ ഗോൾഡ് 10% എന്ന ആഭരണ നിർമ്മാണത്തിന് മാത്രമായി നിർമ്മിച്ചു എന്നുള്ളത് എത്ര പ്ലാനിങ്ങോട് കൂടിയാണ് ഈ കമ്പനി മാർക്കറ്റിലേക്ക് വരുന്നത് എന്നുള്ളതിന് ഉദാഹരണമാണ്. കോടികൾ മുതൽ മുടക്കുള്ള മെഷീനറികളാണ് ഇതിൻ്റെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി കമ്പനി ഇമ്പോർട്ട് ചെയ്തെത്തിച്ചിരിക്കുന്നത്. സ്വന്തമായുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു നീണ്ട നിര ഏത് സാഹചര്യത്തെയും നോക്കിക്കാണാൻ 24 മണിക്കൂറും കമ്പനിയുടെ ബാക്കപ്പിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കോടികൾ മുതൽ മുടക്കി മാർക്കറ്റിൽ വരുന്ന ഇന്ത്യൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ആദ്യ കമ്പനിയായിരിക്കും ഒരുപക്ഷെ ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. അടുത്ത പി കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. എന്താണ് ഫിയാവിൻ വിറ്റഴിക്കുന്ന ഉൽപ്പന്നം? അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫിയാവിൻ വിറ്റഴിക്കുന്ന ഉൽപ്പന്നമാണ് ഫിയ ഗോൾഡ് 10%. എന്താണ് ഫിയ ഗോൾഡ് 10%? ഫിയ ഗോൾഡ് 10%ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫിയ ഗോൾഡ് 10%ന് നമ്മുടെ ഇന്ത്യൻ വിപണിയിലുള്ള സാധ്യത എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സ്വർണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർണ്ണാഭരണം ധരിക്കുന്ന അതേ അനുഭൂതിയോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു തരം ആഭരണവും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള അളവിലും തൂക്കത്തിലും ഡിസൈനിലും കാലങ്ങളോളം നിറമാറ്റമില്ലാതെയും അലർജിയോ മറ്റു പ്രശ്നങ്ങളില്ലാതെയും ഉപയോഗിക്കാവുന്ന ആഭരണങ്ങളുടെ ഒരു നീണ്ട കലവറയാണ് ചുരുക്കി പറഞ്ഞാൽ ഫിയ ഗോൾഡ് 10%. ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ തൂക്കത്തിന്റെ 10%, അതായത് 100 ഗ്രാം ആണെങ്കിൽ 10 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാമിൽ 1 ഗ്രാം എന്ന അനുപാതത്തിൽ തനി തങ്കം, അതായത് 24 കാരറ്റ്, ഒരു ജർമ്മൻ ടെക്നോളജിയിൽ പൊതിഞ്ഞ് നിർമ്മിച്ചെടുക്കുന്ന ആഭരണ ശ്രേണിയാണ് ഫിയ ഗോൾഡ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ആഭരണമായി ഉപയോഗിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അതിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഒരുപക്ഷെ കേരളമായിരിക്കും. ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ വ്യാപാരികളുള്ള ജില്ല തൃശ്ശൂരാണ്. ഈ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് ഫിയ ഗോൾഡിന്റെ ആരംഭവും. നമുക്കറിയാം, സ്വർണം നമ്മുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. പല കുടുംബങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും താളം നിലനിർത്തുന്നതിൽ പോലും ഈ മഞ്ഞലോഹം കാര്യമായ പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ സ്വർണത്തിന് ഈ വില കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടതില്ലേ? സ്വർണം നമുക്ക് ഒരു അലങ്കാരമാണ്, സ്വർണം നമ്മുടെ ഒരു അഭിമാനമാണ്, സ്വർണം നമ്മുടെ ഒരു അഹങ്കാരമാണ്. ശരിയാണ്. എന്നാൽ ഇന്ന് ഇതൊരു അപകട വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സാധാരണ വീട്ടമ്മയുടെ ദേഹത്ത് ഏകദേശം 3 പവൻ, അതായത് 24 ഗ്രാം എങ്കിലും സ്വർണ്ണാഭരണം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കാണാറുണ്ട്. ഇന്നത്തെ വിലയനുസരിച്ച് 3 പവൻ നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന നഷ്ടം ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിടിച്ചുപറിക്കാരുടെയും കള്ളന്മാരുടെയും എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളുടെ കാണാറുമുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ നഷ്ടം ഇല്ലാതാക്കാനും ഇത്തരം പിടിച്ചുപറിക്കാരെ നിലയ്ക്ക് നിർത്താനും ഒരു പരിധിവരെ ഫിയ ഗോൾഡ് കൊണ്ട് സാധിക്കും. സ്വർണ്ണാഭരണ വിലയുമായി താരതമ്യം ചെയ്താൽ ഏകദേശം 4/1 വിലയെ ഫിയ ഗോൾഡിന് വരുന്നുള്ളൂ. സ്വർണത്തിന്റെ വില കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും ഫിയ ഗോൾഡിന്റെ വിലയിലും നേരിയ മാറ്റമുണ്ടാകും. ഒരു സാധാരണക്കാരൻ എങ്ങനെ പരിശോധിച്ചാലും നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണാഭരണത്തിൽ നിന്നുള്ളൊരു മാറ്റം ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഫിയ ഗോൾഡ് ഇത്രയും പെട്ടെന്ന് ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ കാരണമായത്. മാത്രമല്ല, കുറെ നാൾ ഉപയോഗിച്ച ശേഷം മാറ്റിയെടുക്കുകയാണെങ്കിൽ അന്നേ ദിവസത്തിലെ തങ്കത്തിന്റെ മാർക്കറ്റ് വില അനുസരിച്ച് ആ ആഭരണത്തിലുള്ള തങ്കത്തിന്റെ വില നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതും ഫിയ ഗോൾഡ് ഈ മേഖലയിൽ മുൻപന്തിയിലെത്താൻ കാരണമാണ്. 1000 രൂപ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന ആഭരണങ്ങളുടെ ഒരു വലിയ ശ്രേണി തന്നെ ഫിയ ഗോൾഡ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വർണ്ണ ആഭരണത്തിന് ഓൾട്ടർനേറ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഫിയ ഗോൾഡ്.
ശ്രദ്ധയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫിയ ഗോൾഡ് 10% കാലങ്ങളോളം ഉപയോഗിക്കാം. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചെടുക്കുന്ന ആഭരണങ്ങളായതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള മാനുഫാക്ചറിങ് മിസ്റ്റേക്ക് വന്നാലും കമ്പനിക്ക് വളരെ സിമ്പിളായി ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നിർമ്മാണം പൂർത്തിയായി ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ അതിൻ്റെ റോ വെയ്റ്റ്, ടോട്ടൽ വെയ്റ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, മോഡൽ നമ്പർ, സൈസ് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബാർകോഡ് ഫിക്സ് ചെയ്തുകൊണ്ടാണ് ആഭരണം പുറത്തു വരുന്നത്. ആ ബാർകോഡിലുള്ള യൂണിക് നമ്പർ ആ ആഭരണത്തിൽ ലേസർ പ്രിന്റ് ചെയ്യുന്നുമുണ്ട്. ഈ ആഭരണത്തിലുള്ള യൂണിക് സീരിയൽ നമ്പർ ബില്ലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഫിയ ഗോൾഡ് വിൽപ്പന നടത്തുക എന്നുള്ളതിനാൽ ഈ ആഭരണം ആരെങ്കിലും മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ നിയമ നടപടികളിൽ അകപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതൊരു ഇമിറ്റേഷൻ ഗോൾഡ് ജ്വല്ലറി പോലെ ഉപയോഗിക്കാൻ മാത്രമായിട്ടുള്ള പ്രൊഡക്റ്റാണ്, ഒരു ആഭരണമാണ്. ഒരു ആഭരണം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഫിയ ഗോൾഡ് വാങ്ങിക്കാം, ഉപയോഗിക്കാം. കമ്പനിയുടെ ആദ്യ വർഷ ടേൺ ഓവർ 50 കോടിയും 2ാം വർഷ ടേൺ ഓവർ 150 കോടിയും 3ാം വർഷ ടേൺ ഓവർ 500 കോടിയുമാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത്. നിങ്ങൾ ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രൊഫൈലും പ്രൊഡക്റ്റും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് കമ്പനിയുടെ 3ാമത്തെ പി ആയിട്ടുള്ള പ്ലാനാണ്. ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കോമ്പൻസേഷൻ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പഠിക്കാം. വളരെ മനോഹരമായ 5 അംഗങ്ങളോടുകൂടിയ ഒരു കോമ്പൻസേഷൻ പ്ലാനാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 1000 രൂപ മുതൽ 1,60,000 രൂപ വരെ ഓരോ ദിവസവും വാങ്ങാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ബൈനറി ബോണസ്, ആരംഭഘട്ട പ്രവർത്തനം കൊണ്ട് തുടർച്ചയായി 12 മാസം നേടിയെടുക്കാവുന്ന സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ്, നമ്മുടെ ടീമിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് നേടിയെടുക്കാവുന്ന ഒരു വലിയ വരുമാനം ലെവൽ ബോണസ് അഥവാ ജനറേഷൻ ബോണസ്, നമ്മുടെ 12 ലെവലിലുള്ള ആളുകൾ അവരുടെ പർച്ചേസിംഗ് പോയിന്റ് ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ റീപർച്ചേസിനും റീപർച്ചേസിംഗ് ബോണസ്, കൂടാതെ 5ാമതായി അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഈ വരുമാനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക? ഈ കമ്പനിയിൽ ഒരു ഇൻട്രൊഡ്യൂസർ മുഖേന ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഫിയ ഗോൾഡ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഫിയ ഗോൾഡ് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ID പ്രൂഫ് സബ്മിറ്റ് ചെയ്തിരിക്കണം. പല കമ്പനികളിലും കാണും പോലെ പവർ ID കിട്ടുക അല്ലെങ്കിൽ പഴയ ID പേര് മാറ്റി പുതിയ ആളുകൾക്ക് കൊടുക്കുക, ഇത്തരം പരിപാടികൾ ഫിയാവിൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല. ആയതിനാൽ എല്ലാവർക്കും തുല്യ അവസരമായിരിക്കും ഈ കമ്പനിയിൽ ലഭിക്കുക. മാത്രമല്ല, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ID അനുവദിക്കുന്നതല്ല. നിങ്ങൾ ഫ്രീ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിയ ഗോൾഡ് 10% ആഭരണം, അതൊരു പക്ഷേ മൂക്കുത്തിയാവാം, മോതിരമാകാം, കമ്മലാകാം, മാലയാകാം, വളയാകാം, എന്തോ ആകട്ടെ, ആ ആഭരണം ബില്ല് ചെയ്യുക. ബില്ലിംഗ് നടക്കുമ്പോൾ മാത്രമേ ID ആക്ടിവേഷൻ ആവുകയുള്ളൂ. GST കൂടാതെ 3000 രൂപയുടെയെങ്കിലും ഫിയ ഗോൾഡ് ആഭരണം നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാവുന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫിയ ഗോൾഡ് 10% ആഭരണത്തിൻ്റെ തൂക്കം, അന്നേ ദിവസത്തെ ഫിയ ഗോൾഡ് 10%ൻ്റെ വില പ്ലസ് 3.25% GST ഉൾപ്പെടുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ബില്ല്. ചുരുക്കി പറഞ്ഞാൽ 3000 രൂപയും അതിൻ്റെ GSTയും ഉൾപ്പെടുന്ന ഒരു ഫിയ ഗോൾഡ് 10% ആഭരണം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വലിയ അവസരത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. ഈ കമ്പനിയുടെ ആദ്യ വരുമാനമായ മൾട്ടിപ്പിൾ ബൈനറി ഇൻകം എങ്ങനെയാണ് നമുക്കൊന്ന് പഠിക്കാം. 3000 രൂപ മുതൽ 7500 രൂപയുടെ ഇടയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ പെർ ഡേ മാക്സിമം സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 4000 രൂപയായിരിക്കും. 3000 രൂപ മുതൽ 7500 രൂപ വരെയുള്ള ബില്ലിങ്ങിന് 10 ബിസിനസ് വോളിയം ആയിരിക്കും BV ആയിരിക്കും ലഭിക്കുക. 2 രീതിയിലുള്ള സീലിംഗ് ആണ് ഇവിടെ ഉണ്ടാവുക, റാങ്ക് വൈസ് സീലിംഗും BV വൈസ് സീലിംഗും. ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ മാക്സിമം സീലിംഗ് ലിമിറ്റ് ഒരു ദിവസം 4000 രൂപയായിരിക്കും. 10 BVയുടെ മാക്സിമം പെർ ഡേ സീലിംഗ് ലിമിറ്റും 4000 രൂപയായിരിക്കും. 7501 രൂപ മുതൽ 15000 രൂപയുടെ ബില്ലിംഗ് ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ പെർ ഡേ സീലിംഗ് ലിമിറ്റ് 12000 രൂപയായിരിക്കും. നിങ്ങൾക്ക് 20 BV ആയിരിക്കും കിട്ടുക. 20 BVയുടെ പെർ ഡേ സീലിംഗ് ലിമിറ്റ് ഒരു ദിവസം 12000 രൂപയായിരിക്കും. 15001 മുതൽ 25000 രൂപയുടെ ഇടയിലുള്ള ഒരു ബില്ലിംഗ് ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾ സിൽവർ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന റാങ്കിലായിരിക്കും കയറി നിൽക്കുന്നുണ്ടാവുക. നിങ്ങളുടെ പെർ ഡേ സീലിംഗ് ലിമിറ്റ് 24000 രൂപയായിരിക്കും. 30 ബിസിനസ് വോളിയം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. 30 ബിസിനസ് വോളിയം കൊണ്ട് ഒരു ദിവസം മാക്സിമം സീലിംഗ് ലിമിറ്റ് 24000 ആയിരിക്കും.
25,001 മുതൽ 40,000 രൂപയുടെ ബില്ലിംഗ് ആണ് നിങ്ങൾ നടത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഗോൾഡ് സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. നിങ്ങളുടെ പെർ ഡേ സീലിംഗ് ലിമിറ്റ് 44,000 ആയിരിക്കും. നിങ്ങൾക്ക് 50 ബിസിനസ് വോളിയം ആയിരിക്കും നിങ്ങളുടെ താഴെ ഇങ്ങനൊരു ബിസിനസ് വന്നാൽ ലഭിക്കുക. 50 ബിസിനസ് വോളിയത്തിൻ്റെ മാക്സിമം പെർ ഡേ സീലിംഗ് ലിമിറ്റ് 44,000 ആയിരിക്കും. 40,001 മുതൽ 65,000 രൂപയുടെ ഒരു ബില്ലിംഗ് ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഡയമണ്ട് സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന റാങ്കിലായിരിക്കും നിൽക്കുക. നിങ്ങളുടെ പെർ ഡേ സീലിംഗ് ലിമിറ്റ് 72,000 രൂപയായിരിക്കും. 70 ബിസിനസ് വോളിയം ആയിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. 70 ബിസിനസ് വോളിയത്തിൻ്റെ പെർ ഡേ സീലിംഗ് ലിമിറ്റും 72,000 രൂപയായിരിക്കും. റോയൽ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന റാങ്കാണ് അടുത്തത്. 65,001 മുതൽ 1,00,000 രൂപയുടെ ബില്ലിംഗ് ആണ് നിങ്ങൾ നടത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1,80,000 രൂപ പെർ ഡേ വരുമാനം വാങ്ങിക്കാവുന്ന രീതിയിലായിരിക്കും നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക. 90 ബിസിനസ് വോളിയം ആയിരിക്കും അതിനുണ്ടാവുക. 90 ബിസിനസ് വോളിയത്തിൻ്റെ ഒരു ദിവസത്തെ മാക്സിമം സീലിംഗ് ലിമിറ്റ് 1,80,000 രൂപയായിരിക്കും. 1,01 രൂപ മുതൽ 1,50,000 രൂപയുടെ ഇടയിലുള്ള ഒരു ബില്ലിംഗ് ആണ് നിങ്ങൾ നടത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഗ്ലോബൽ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന പർച്ചേസിംഗ് റാങ്കിലായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ പെർ ഡേ സീലിംഗ് ലിമിറ്റ് 1,60,000 ആയിരിക്കും. 130 ബിസിനസ് വോളിയം ആയിരിക്കും ആ ബില്ലിങ്ങിന് നിങ്ങൾക്ക് ലഭിക്കുക. 130 ബിസിനസ് വോളിയത്തിൻ്റെ പെർ ഡേ മാക്സിമം സീലിംഗ് ലിമിറ്റ് 1,60,000 രൂപയായിരിക്കും. 3,000 രൂപ മുതൽ 1,50,000 രൂപ വരെയുള്ള ബില്ലിംഗ് നടത്താനുള്ള സൗകര്യം ഫിയ ഗോൾഡിലുണ്ട്. നിങ്ങൾ നടത്തുന്ന ബില്ലിങ്ങിന് ആനുപാതികമായി ഒരു പർച്ചേസിംഗ് റാങ്കിൽ നിങ്ങൾ എന്തായാലും കയറി നിൽക്കുന്നുണ്ടായിരിക്കും. ഇതിനാനുപാതികമായിട്ടായിരിക്കും ഈ കമ്പനിയുടെ മൾട്ടിപ്പിൾ ബൈനറി ഇൻകം നിങ്ങൾക്ക് ലഭിക്കുക. ആദ്യം മൾട്ടിപ്പിൾ ബൈനറി ഇൻകം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ 10:20 BVO 20:10 BVO വരണം. അതായത് റൈറ്റ് ലെഫ്റ്റ് എന്ന മാനദണ്ഡം നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ 10 BVയും മറു സൈഡിൽ 20 BVയും എപ്പോഴാണോ എത്തുന്നത് അപ്പോഴായിരിക്കും നിങ്ങളുടെ ആദ്യ മൾട്ടിപ്പിൾ ബൈനറി ഇൻകം സ്റ്റാർട്ട് ചെയ്യുക. 10:20 BV ഓർ 20:10 BV വന്നു കഴിഞ്ഞാൽ 1,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ആദ്യ വരുമാനം ലഭിക്കുക. അതിനുശേഷം വരുന്ന എല്ലാ 10:10 BVക്കും 1,000 രൂപയായിരിക്കും വരുമാനം. ഞാൻ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ നിൽക്കുന്ന ഒരാളുടെ മാക്സിമം പെർ ഡേ സീലിംഗ് ലിമിറ്റ് 4,000 രൂപയാണ്. 10 BVയുടെ മാക്സിമം സീലിംഗ് ലിമിറ്റ് 4,000 രൂപയാണെന്ന് പറഞ്ഞു. ഒരു ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലിരിക്കുന്ന ഒരു വ്യക്തി 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 4,000 രൂപ വരുമാനം വാങ്ങിക്കുകയാണെങ്കിൽ 8ാമത്തെ ദിവസം കമ്പനി അദ്ദേഹത്തെ അടുത്ത റാങ്കിലേക്ക് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് 4,000 രൂപ 7 ദിവസം കണ്ടിന്യൂസ് വാങ്ങിച്ച വ്യക്തിയുടെ 8ാമത്തെ ദിവസത്തെ സീലിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് 12,000 രൂപയായിരിക്കും. 12,000 രൂപ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന വ്യക്തി 8ാമത്തെ ദിവസം അദ്ദേഹം ഓട്ടോമാറ്റിക്കായി 24,000 രൂപ സീലിംഗ് പൊസിഷനിലേക്ക് മാറുന്നതാണ്. 24,000 രൂപ 7 ദിവസം കണ്ടിന്യൂസ് സീലിംഗ് ആവുകയാണെങ്കിൽ 44,000ലേക്കും, 44,000 രൂപ 7 ദിവസം കണ്ടിന്യൂസ് സീലിംഗ് ആവുകയാണെങ്കിൽ 72,000ലേക്കും, 72,000 രൂപ 7 ദിവസം കണ്ടിന്യൂസ് സീലിംഗ് ആവുകയാണെങ്കിൽ 1,08,000ലേക്കും, 1,08,000 രൂപ 7 ദിവസം കണ്ടിന്യൂസ് സീലിംഗ് ആവുകയാണെങ്കിൽ 1,60,000ലേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കയറി പോകാനുള്ള അവസരം കമ്പനി ഇവിടെ തരുന്നുണ്ട്. ഇതല്ലെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി, ഒരു മാസത്തിൽ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ദിവസത്തിൽ ഇടയിൽ ഏതെങ്കിലും 15 ദിവസം നിങ്ങൾ സീലിംഗ് ആവുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അപ്ഡേഷനിലേക്ക് നിങ്ങൾക്ക് കയറി പോകാവുന്നതാണ്. കമ്പനി തന്നെ നിങ്ങളെ കൈപിടിച്ച് അടുത്ത സീലിംഗ് പൊസിഷനിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ 3,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയിൽ വരുന്ന വ്യക്തിക്ക് പോലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ബേസിൽ അദ്ദേഹത്തിന് 1,60,000 രൂപ പെർ ഡേ സീലിംഗ് വാങ്ങിക്കാൻ പറ്റുന്ന അവസരത്തിലേക്ക് കയറി പോകാനുള്ള അവസരം ഈ കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതാണ് കമ്പനിയുടെ ആദ്യ ഇൻകം, മൾട്ടിപ്പിൾ ബൈനറി എന്ന് പറയുന്ന ഇൻകം. മൾട്ടിപ്പിൾ ബൈനറി ഇൻകം ഒരു ഡെയിലി വരുമാനമാണ്. നമ്മുടെ ടീമിൽ നടക്കുന്ന സെയിലിന് അനുപാതികമായി ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് മൾട്ടിപ്പിൾ ബൈനറി ഇൻകം. 1,000 രൂപ മുതൽ 1,60,000 രൂപ ഓരോ ദിവസവും വരുമാനം വാങ്ങിക്കാൻ തക്ക ഒരു വലിയ വരുമാനം ഈ മൾട്ടിപ്പിൾ ബൈനറി ഇൻകത്തിലുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ മൾട്ടിപ്പിൾ ബൈനറി എന്ന് പറയുന്ന ഈ രീതിയിലുള്ളൊരു വരുമാനം നിങ്ങൾ കാണുന്നത്. ചെറിയൊരു മുതൽ മുടക്കി ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ നടക്കുന്ന വലിയ വലിയ ബിസിനസ്സുകൾക്ക് വലിയ ഇൻകം ആസ്വദിക്കാനുള്ള ഒരു അവസരം ഈ മൾട്ടിപ്പിൾ ബൈനറിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇതാണ് കമ്പനിയുടെ ആദ്യ വരുമാനമായ മൾട്ടിപ്പിൾ ബൈനറി ഇൻകം. നമുക്ക് രണ്ടാമത്തെ വരുമാനമായ സ്മാർട്ട് ലീഡർഷിപ്പ് ഇൻകം എന്താണെന്ന് നോക്കാം. സ്മാർട്ട് ലീഡർഷിപ്പ് ഇൻകം നമുക്കറിയാം, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി എടുത്തു നോക്കുകയാണെങ്കിൽ ആ കമ്പനിയിൽ ആരെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ആദ്യ ഘട്ടങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുക. ഒന്ന്, ടീം സെറ്റായി വരാനുള്ളൊരു സമയം നമുക്കെടുക്കും.
രണ്ട്, നമുക്കതിനനുസരിച്ചുള്ള പ്രവൃത്തി കൂടുതലായിരിക്കും, ഓട്ടം കൂടുതലായിരിക്കും. ഈ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ ചെറുതായിരിക്കും. ഈ സാഹചര്യത്തിൽ ഫിയാവിൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഈ കമ്പനിയിൽ വന്ന് ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 12 മാസം വരുമാനം വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസിലൂടെ തരുന്നത്, സ്മാർട്ട് ലീഡർഷിപ്പ് ഇൻകത്തിലൂടെ നിങ്ങൾക്ക് തരുന്നത്. എന്താണ് സ്മാർട്ട് ലീഡർഷിപ്പ് ഇൻകം? നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ ബിസിനസ് കൊണ്ടുവരിക. അത് ഏറ്റവും മിനിമം ഒരു ഡിസ്ട്രിബ്യൂട്ടർ റാങ്ക് ആയാലും കുഴപ്പമില്ല. ഇന്ന ബിസിനസ് വോളിയം ഇത്ര വേണമെന്നുള്ള കണ്ടീഷൻസുകളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് ആകാം. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയെ കൊണ്ട് അവരുടെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ ബിസിനസ് ക്ലോസ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുക, അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസിന് എലിജിബിളായി എന്നുള്ളതാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റും ഓരോ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, അവരുടെ റൈറ്റും ലെഫ്റ്റും ഓരോ സെയിലുകൾ നിങ്ങൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസിന് എലിജിബിളായി. കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ടേൺ ഓവറിൻ്റെ 1% എടുത്ത് എല്ലാ മാസവും എത്ര പേരാണോ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസിന് എലിജിബിളായി നിൽക്കുന്നത് അവർക്ക് എല്ലാ മാസവും ഡിവൈഡ് ചെയ്ത് 12 മാസം കണ്ടിന്യൂസ് ആയിട്ട് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു പ്രാവശ്യം നിങ്ങൾ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസിന് എലിജിബിൾ ആകുകയാണെങ്കിൽ 12 മാസം കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ, പ്രോഫിറ്റിൻ്റെ അല്ല, ടേൺ ഓവറിൻ്റെ 1% നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഒരു ചെറിയ കണ്ടീഷനുണ്ട്. നിങ്ങൾ ഇങ്ങനൊരു ഇൻകം പ്ലാൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഇവിടെ ബുദ്ധിയുള്ള ലീഡർമാർ ആദ്യം ചിന്തിക്കുക, ഇത് വളരെ ഈസിയാണല്ലോ, നമ്മുടെ താഴെ റൈറ്റും ലെഫ്റ്റും നമ്മുടെ ഓരോ ആളുകൾ വെക്കുന്നു, അവരുടെ താഴെ 2 പേരെ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ. ആദ്യം റൈറ്റും ലെഫ്റ്റും അപ്പനും അമ്മേനെയും വെച്ചു, അതിൻ്റെ താഴെ ചേട്ടനും ചേച്ചിനെയും വെച്ചു, അതിൻ്റെ അപ്പുറത്ത് അനിയനും അനിയത്തിയും വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് ഇൻകം കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നാൽ ഈ ഇൻകം കിട്ടുകയില്ല. ഒരു ഡെറ്റ് ട്രീ അടിച്ചിട്ടിട്ട് സ്മാർട്ട് ലീഡർഷിപ്പ് ഇൻകം നോക്കിയിരുന്നാൽ നമുക്ക് വരുമാനം കിട്ടുകയില്ല. ഓരോ മാസവും 1000 രൂപയെങ്കിലും മൾട്ടിപ്പിൾ ബൈനറി ഇൻകം വാങ്ങിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് ഇൻകം കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു ഐഡിയ അടിച്ചിട്ടിട്ട് എല്ലാ മാസവും വെറുതെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് കിട്ടില്ല. ഒരു മാസത്തിൽ മിനിമം 1000 രൂപയെങ്കിലും മൾട്ടിപ്പിൾ ബൈനറി ഇൻകം വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും ഈ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് കിട്ടുക. ഇതാണ് കമ്പനിയുടെ രണ്ടാമത്തെ വരുമാനം, സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ്. മൂന്നാമത്തെ വരുമാനം ലെവൽ ഇൻകം അല്ലെങ്കിൽ ജനറേഷൻ ഇൻകം. അതെന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. നമുക്കറിയാം, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ റൈറ്റും ലെഫ്റ്റും ബിസിനസ് നടന്നാൽ മാത്രമേ വരുമാനം കിട്ടുകയുള്ളൂ. പലരും പറയാറുണ്ട്, റൈറ്റും ലെഫ്റ്റും ബിസിനസ് നടന്നാൽ മാത്രമേ വരുമാനം കിട്ടുകയുള്ളൂ. ശരിയാണ്. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ബൈനറി തിയറി അനുസരിച്ച്, അതിൻ്റെ മാത്തമാറ്റിക്കൽ തിയറി അനുസരിച്ച് റൈറ്റിലും ലെഫ്റ്റിലും നടക്കുന്ന ബിസിനസ്സിന് മാത്രമേ വരുമാനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അൺലിമിറ്റഡ് ഡെപ്തിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ പെർസെൻറ്റേജ് പോലും മുകളിൽ കൊടുക്കണമെങ്കിൽ അതിനൊരു മാത്തമാറ്റിക്കൽ തിയറി ഉണ്ടായിരിക്കും. ആ തിയറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വരുമാനം കൊടുക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് റൈറ്റിലും ലെഫ്റ്റിലും ബിസിനസ് നടന്നാൽ തന്നെയാണ് വരുമാനം കിട്ടുകയുള്ളൂ. പക്ഷേ ഫിയാവിൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി നിങ്ങൾക്ക് വേറൊരു അവസരം തന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരു സൈഡിൽ ബിസിനസ് നടന്നാലും നിങ്ങൾക്ക് വരുമാനം കിട്ടും. എങ്ങനെയാണ്? അതാണ് കമ്പനിയുടെ മൂന്നാമത്തെ വരുമാനം, ലെവൽ ഇൻകം അല്ലെങ്കിൽ ജനറേഷൻ ഇൻകം. നിങ്ങൾക്ക് ഈ കമ്പനിയിലേക്ക് എത്ര പേരെ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ എത്ര പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയും വരുമാനം കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഈ പറയുന്ന ലെവൽ ഇൻകം അല്ലെങ്കിൽ ജനറേഷൻ ഇൻകത്തിലുണ്ട്. നിങ്ങൾ ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്കൊരു ദിവസം 1000 രൂപ മുതൽ 1,60,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കാം. നിങ്ങളുടെ റൈറ്റിലും ലെഫ്റ്റിലും ബിസിനസ് നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം കിട്ടുകയുള്ളൂ. പക്ഷേ അവരുടെ റൈറ്റിലും ലെഫ്റ്റും ബിസിനസ് നടന്നാൽ അവർക്ക് വരുമാനം കിട്ടും. അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 1% അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര പേര്, നിങ്ങളൊരു 4 പേരെ ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 4 പേര് നിങ്ങളുടെ റൈറ്റിലോ ലെഫ്റ്റിലോ എവിടെ ആയിക്കോട്ടെ, അവർ ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ 1% നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്കത് കാണാം. പക്ഷേ അത് മാസം മാസം കിട്ടുന്ന ഈ ലെവൽ ബോണസ് അല്ലെങ്കിൽ ലെവൽ ഇൻകം അല്ലെങ്കിൽ ജനറേഷൻ ഇൻകം എന്ന് പറയുന്നത് ഒരു മന്ത്ലി കിട്ടുന്ന ഇൻകമാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ടീമിൽ നടക്കുന്ന സെയിലിൽ നിന്ന് ആ പെർസെൻറ്റേജ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി വരുന്നത് കാണാം. മാസം മാസമാണ് നമുക്ക് കിട്ടുക. നമ്മൾ എത്ര പേര് ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അത്രയും പേർ ഈ കമ്പനിയിൽ വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 1% നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഒന്നാമത്തെ ജനറേഷൻ. അടുത്തത്, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആളുകളിലൂടെ ഈ കമ്പനിയിൽ എത്ര പേർ വന്നിട്ടുണ്ടോ, അതായത് നിങ്ങളുടെ സെക്കൻഡ് ജനറേഷനിൽ നടക്കുന്ന വരുമാനം, അവർ സെക്കൻഡ് ജനറേഷനിലുള്ള ആളുകൾ വാങ്ങിക്കുന്ന വരുമാനം, ആ വരുമാനത്തിൻ്റെ 2% നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊരു 10 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക.
ആ 10 പേരിലൂടെ ഒരു 50 പേർ ഈ കമ്പനിയിൽ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 50 പേർ ഓരോ ദിവസവും വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 2% നിങ്ങൾക്ക് കിട്ടും. ഇതിനുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് മിനിമം 2 സെയിലുകൾ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളതാണ്. മിനിമം 2 സെയിലുകൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ 2 ജനറേഷൻ്റെ വരുമാനം നിങ്ങൾക്ക് കിട്ടും. അത് 2 സെയിൽ എന്ന് പറയുന്നത് ഓരോ മാസമല്ല, ടോട്ടൽ 2 സെയിൽ. ആദ്യം നിങ്ങൾ ഒരാളെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ജനറേഷൻ ഇൻകം സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും ഒരു സെയിലും കൂടെ വെച്ചാൽ അത് നിങ്ങൾ റൈറ്റോ ലെഫ്റ്റോ എവിടെ വേണമെങ്കിലും വെച്ചോളൂ, അതൊന്നും പ്രശ്നമല്ല. സെയിൽ എവിടെ നടന്നാലും കുഴപ്പമില്ല. 2 സെയിലുകളെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് നഷ്ടപ്പെടുകയില്ല. ആ എമൗണ്ട് നിങ്ങളുടെ വാലറ്റിൽ ക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ നിങ്ങൾ രണ്ടാമത്തെ സെയിൽ ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് അത് മുഴുവനായിട്ടും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. സെക്കൻഡ് ജനറേഷൻ. അടുത്തത് ഈ രണ്ടാമത്തെ ജനറേഷനിലുള്ള ആളുകളിലൂടെ വന്നിരിക്കുന്ന മൂന്നാമത്തെ ജനറേഷൻ. അതായത് നിങ്ങളൊരു 10 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 10 പേരിലൂടെ ഒരു 50 പേര് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 50 പേരിലൂടെ ഒരു 250 പേര് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 250 പേരും ഓരോ ദിവസവും വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 3% നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനുള്ള കണ്ടീഷൻ ടോട്ടൽ 4 സെയിൽ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളതാണ്. ടോട്ടൽ 4 സെയിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ആർക്കും ഈ 3 ജനറേഷനിലൂടെ ഈ കമ്പനി പേ ഔട്ട് നടത്തുന്ന വരുമാനത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് 1%, 2%, 3% എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇനി ഈ 250 പേരിലൂടെ ഒരു 1000 പേര് വന്നിട്ടുണ്ട് നിങ്ങളുടെ 4ാമത്തെ ജനറേഷനിൽ എന്ന് കരുതുക. ഈ 1000 പേര് വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 4% നിങ്ങൾക്ക് കിട്ടും. അതിനുള്ള കണ്ടീഷൻ നിങ്ങൾ ടോട്ടൽ 8 സെയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളതാണ്. 8 സെയിലുകൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് 4 ജനറേഷനിൽ നടക്കുന്ന വരുമാനത്തിൻ്റെ അവർ വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ലെവൽ ഇൻകം അല്ലെങ്കിൽ ജനറേഷൻ ഇൻകത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്നുള്ളതാണ്. ഇതിന് സീലിംഗ് ഇല്ല. ഒരു എക്സാമ്പിളിനായിട്ട് പറയാം, നിങ്ങൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഒരേ ഒരു വ്യക്തിയെ, ആ വ്യക്തിയിലൂടെ ഒരു 10 പേര് വന്നിട്ടുണ്ട്. ആ 10 പേരിലൂടെ ഒരു 50 പേര് വന്നിട്ടുണ്ട്. ആ 50 പേരിലൂടെ 4ാമത്തെ ജനറേഷനിൽ ഒരു 250 പേര് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ ടോട്ടൽ ടീമിൽ ഒരു 4 ജനറേഷൻ്റെ ഉള്ളിൽ ഒരു 250 പേരുണ്ടെന്ന് വിചാരിക്കുക. ഈ 250 പേർക്ക് അവർക്ക് ഒരു ദിവസം 1000 രൂപ മുതൽ 1,60,000 രൂപ വരുമാനം വാങ്ങിക്കാം. പോട്ടെ, അവർക്ക് അത് സാധിച്ചില്ല എന്ന് വിചാരിക്കുക. അവർ ഒരു മാസത്തിൽ ആ 250 പേർ ഒരേ ഒരു പ്രാവശ്യം 1000 രൂപ വരുമാനം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഒരേ ഒരു പ്രാവശ്യം 1000 രൂപ, അതായത് ഒരു ദിവസം 1000 രൂപ മുതൽ 1,60,000 രൂപ വരുമാനം വാങ്ങിക്കാനുള്ള സാഹചര്യം നിലനിൽക്കെ അവർ ഒരു മാസത്തിൽ ഒരേ ഒരു പ്രാവശ്യം 1000 രൂപ വരുമാനം വാങ്ങിക്കുകയാണെങ്കിൽ, അതായത് ആ 250 പേരിലൂടെ നിങ്ങളുടെ ടോട്ടൽ ടീമിൽ കമ്പനി നടത്തിയിരിക്കുന്ന പേ ഔട്ട് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണെന്ന് കരുതുക. ഈ 2.5 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് 10%, അപ്രോക്സിമേറ്റ്ലി 10%, അതായത് 4ഉം 3ഉം 7ഉം 2ഉം 9ഉം 1ഉം 10%, അതായത് ഏകദേശം 25,000 രൂപയായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഒരു വ്യക്തിയെങ്കിലും ഈ കമ്പനിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വരുമാനം. ഒരേ ഒരു വ്യക്തിയെ നല്ലപോലെ സ്മാർട്ടായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ലെവൽ ബോണസിലൂടെ മാത്രം അല്ലെങ്കിൽ ലെവൽ ഇൻകത്തിലൂടെ മാത്രം നിങ്ങൾക്കൊരു മാസം 25,000 രൂപ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ 250 പേരെ കൊണ്ട് ഒരു മാസം 10,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുകയാണെങ്കിൽ, 10,000 രൂപ ഒരു മാസം വരുമാനം വാങ്ങിക്കാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ അവരെ കൈപ്പിടിച്ചുയർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം 2.5 ലക്ഷം രൂപയിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും. ഇതാണ് ലെവൽ ബോണസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ലെവൽ ഇൻകത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ കിട്ടുന്ന വരുമാനത്തിൻ്റെ 50% നിങ്ങൾക്ക് ക്യാഷായിട്ടും 50% നിങ്ങൾക്ക് പർച്ചേസിങ് പോയിൻ്റ് ആയിട്ടായിരിക്കും ലഭിക്കുക. 50% ക്യാഷും 50% പർച്ചേസിങ് പോയിൻ്റായിട്ട്. അതായത് 25,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 12,500 രൂപ നിങ്ങൾക്ക് ക്യാഷായിട്ട് കിട്ടും, 12,500 രൂപ പർച്ചേസിങ് പോയിൻ്റായിട്ട് കിട്ടും. ഈ പർച്ചേസിങ് പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ നിൽക്കുന്ന റാങ്ക്, ഇപ്പോൾ നിങ്ങൾ 3,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന റാങ്കിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 12,500 രൂപ പർച്ചേസിംഗ് പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 12,500 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിൽവർ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന റാങ്കിലേക്ക് കയറി നിൽക്കാൻ സാധിക്കും. നിങ്ങളുടെ സീലിംഗ് ലിമിറ്റ് പെർ ഡേ 24,000ലേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും.
കമ്പനിയുടെ അപ്ഡേഷൻ നോക്കാതെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് മാറ്റണമെങ്കിൽ മാറ്റാം. ഇതല്ല, നിങ്ങളുടെ ടീമിൽ ഒരാൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാലറ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ നിന്ന് ഈ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് ആ പൈസ നിങ്ങൾക്ക് എൻക്യാഷ് ചെയ്യാം. ആ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി അതാണ്. മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി കമ്പനിയുടെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഫിയ കാർട്ട് എന്നുള്ള രീതിയിൽ, നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ പോലെ തന്നെ ഫിയ കാർട്ട് എന്നുള്ള രീതിയിൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അതിലുള്ള ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പർച്ചേസിംഗ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം. വേറെ പൈസ കൊടുക്കേണ്ട, ഒരു പർച്ചേസിംഗ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇങ്ങനെ 3 രീതിയിൽ നിങ്ങൾക്ക് ഈ പർച്ചേസിംഗ് പോയിന്റ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് കമ്പനിയുടെ മൂന്നാമത്തെ വരുമാനം, ലെവൽ ഇൻകം അല്ലെങ്കിൽ ജനറേഷൻ ഇൻകം. വളരെ മനോഹരമായിട്ടുള്ളൊരു വരുമാനമാണ്. നാലാമത്തെ വരുമാനം റീപർച്ചേസിംഗ് ബോണസ് അല്ലെങ്കിൽ റീപർച്ചേസിംഗ് ഇൻകം. എന്താണ് റീപർച്ചേസിംഗ് ഇൻകം എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് റീപർച്ചേസിംഗ് ചെയ്യാൻ വേണ്ടി ഒരു പർച്ചേസിംഗ് പോയിന്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നുണ്ട്. ഈ പർച്ചേസിംഗ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ ടീമിൽ ഒരു 2, 3, 4 വർഷം കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് മെമ്പേഴ്സ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ഒരാളെയാണ് ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിക്കുക. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 3 പേരിലൂടെ ചിലപ്പോൾ അടുത്ത ജനറേഷനിൽ വന്നിരിക്കുന്നത് ഒരു 10, 15 പേരായിരിക്കാം. അതിലൂടെ ചിലപ്പോൾ മൂന്നാമത്തെ ജനറേഷനിൽ ഒരു 50 പേര് വന്നിട്ടുണ്ടാവാം. നാലാമത്തെ ജനറേഷനിൽ അതൊരു 250 പേരായിട്ടുണ്ടാവാം. അഞ്ചാമത്തെ ജനറേഷനിൽ അതൊരു 1000 പേരായിട്ടുണ്ടാവാം. ആറാമത്തെ ജനറേഷനിൽ അതൊരു 5000 ആകാം. 7 അതൊരു 25,000 ആകാം. 8 1 ലക്ഷം ആകാം. 9 അത് 5 ലക്ഷം ആകാം. അങ്ങനെ 12 ജനറേഷൻ, നിങ്ങളുടെ താഴെ വന്നിരിക്കുന്ന 12 ലെവലിലുള്ള ആളുകൾ അവരുടെ പർച്ചേസിംഗ് പോയിന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കമ്പനിയിലുള്ള ഏത് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും ആ ലാഭത്തിൻ്റെ, ആ പ്രൊഡക്റ്റ് സെയിൽ നടക്കുമ്പോഴുണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു പെർസെൻറ്റേജ്, ഒരു സെർട്ടൻ പെർസെൻറ്റേജ് നിങ്ങളടങ്ങുന്ന 12 ലെവലുകളിലേക്ക് കമ്പനി വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്യണം. നിങ്ങൾ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മൊബൈൽ കമ്പനിയുടെ ഒരു നെറ്റ്വർക്കിൻ്റെ റീചാർജ് ആണെന്ന് വിചാരിക്കുക. 100 രൂപയ്ക്കാണ് റീചാർജ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പർച്ചേസിംഗ് പോയിന്റ് ഉപയോഗിച്ച് ഈ കമ്പനിയുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. നിങ്ങൾക്ക് റീചാർജ് ചെയ്യുമ്പോൾ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. ആരാണോ റീചാർജ് ചെയ്തത് ആ വ്യക്തിക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. അടുത്ത ഒരു ചെറിയ പെർസെൻറ്റേജ് ആരാണോ ആ വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തി കിട്ടുന്നു. അതായത് ഒരു 70 പൈസ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക. ഒരു 60 പൈസ ആരാണോ ആ വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിക്ക് 60 പൈസ കിട്ടി. അപ്പോൾ 1 രൂപ 30 പൈസ കഴിഞ്ഞു. പിന്നെ 1 രൂപ 70 പൈസ കൂടി വരും. ടോട്ടൽ 3 രൂപയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ 1 രൂപ 70 പൈസ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന 10 ലെവലുകളിലേക്ക് ഡിവൈഡ് ചെയ്തു പോകുന്നു. അപ്പോൾ അവസാന ലെവലിൽ നിൽക്കുന്ന വ്യക്തിക്ക് 10 പൈസ കിട്ടിയെന്ന് ചിന്തിക്കുക. നാളെ നിങ്ങളുടെ ടീമിലൊരു 10-15 ലക്ഷം മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെമ്പേഴ്സിൽ ഒരു 3-4 ലക്ഷം മെമ്പേഴ്സ് അവർ ഒരു മാസത്തെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ ഒരു 100 രൂപയ്ക്ക് റീചാർജ് നമ്മളുടെ ഈ ഫിയ കാർട്ടിൽ കയറി നടത്തുന്ന സമയത്ത് ഒരു 10 പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ റീപർച്ചേസിംഗ് ബോണസ് എന്ന് പറയുന്നത്, റീപർച്ചേസിംഗ് ഇൻകം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഈ പറയുന്ന ഫിയ കാർട്ടിൽ കയറി ഈ പർച്ചേസിംഗ് പോയിന്റ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഈ റീപർച്ചേസിംഗ് ബോണസിലൂടെ നാളെ നിങ്ങൾക്ക് കൈവരാൻ പോവുകയാണ്. ഇതാണ് കമ്പനിയുടെ 4ാമത്തെ വരുമാനം, റീപർച്ചേസിംഗ് ബോണസ്. ഇങ്ങനെ പ്രധാനമായിട്ടും 4 ഇൻകങ്ങളാണ് കമ്പനി നിങ്ങൾക്കായിട്ട് കരുതി വച്ചിരിക്കുന്നത്. 1 മൾട്ടിപ്പിൾ ബൈനറി ഇൻകം, 2 സ്മാർട്ട് ലീഡർഷിപ്പ് ഇൻകം, 3 ലെവൽ ഇൻകം അല്ലെങ്കിൽ ജനറേഷൻ ഇൻകം, 4 റീപർച്ചേസിംഗ് ഇൻകം. ഈ 4 ഇൻകങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക്ഡ് ആണ്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ, ആരംഭഘട്ടം മുതൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന വരുമാനങ്ങളാണ് ഈ 4ഉം. റൈറ്റും ലെഫ്റ്റിലും ബിസിനസ് നടന്നാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബൈനറി ഇൻകം കിട്ടി. റൈറ്റും ലെഫ്റ്റും നമ്മൾ ഓരോ ആളുകളെ ഓരോ ബിസിനസ് കൊണ്ടുവന്നു. അവരിലൂടെ അവരുടെ റൈറ്റും ലെഫ്റ്റും ഓരോ ബിസിനസ് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസിന് എലിജിബിളായി. നിങ്ങൾ ഒരു വ്യക്തിയെങ്കിലും ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് വരുമാനമായി കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഓട്ടോമാറ്റിക് ഒരു
റീപർച്ചേസിങ് പോയിന്റ് കിട്ടുന്നുണ്ട്. ആ പർച്ചേസിങ് പോയിന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഓട്ടോമാറ്റിക് അവിടെ നിങ്ങൾക്ക് റീപർച്ചേസിങ് ഇൻകവും കിട്ടുന്നുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ടും 4 ഇൻകങ്ങളാണ് ഫിയാവിൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത്. 5-മത്തത് അച്ചീവ്മെൻറ്റ്സ് ആണ്. അച്ചീവ്മെൻറ്റ്സ് നമുക്കറിയാം, ഓരോ പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് റാങ്ക് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കിട്ടുന്നത് ഈ അച്ചീവ്മെൻറ്റ്സിലൂടെയാണ്. വളരെ മനോഹരമായിട്ടുള്ള 15 റാങ്കുകളാണ് കമ്പനി നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത്. കമ്പനിയിലേക്ക് കൂടുതൽ അടുത്തടുത്ത് വരുമ്പോൾ ഈ പറയുന്ന റാങ്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള അവസരമുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ എത്തിപ്പിടിക്കാവുന്ന റാങ്കുകളാണ് ഈ 15 റാങ്കുകളും. അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു അവസരത്തിൽ വിശദമാക്കി തരാം. ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ആദ്യഘട്ടം മുതൽ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന വരുമാനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിവിടെ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എല്ലാ രാജ്യങ്ങളിലും നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ വലിയൊരു ജീവിത വിജയം നിങ്ങൾക്ക് നേടാനുള്ള അവസരം ഈ ഫിയാവിൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിയിലൂടെ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആരാണോ നിങ്ങളെ ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ മറ്റു കാര്യങ്ങൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് അറിയാനും മനസ്സിലാക്കാനും ഫ്രീ രജിസ്ട്രേഷനുമായി അവരെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.